എരുവേശി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് ചെറിയ അരീക്കാമലയിൽ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ചെങ്കുത്തായ മലഞ്ചെരുവിൽ പഞ്ചായത്ത് മുൻ ഭരണസമിതിയുടെ കാലത്ത് കുനിയമ്പുഴ വളപ്പ് ഊരുകൂട്ടങ്ങൾ 3-12 ഗ്രാമസഭകൾ പഞ്ചായത്ത് ഭരണസമിതിയും അനുമതി നിഷേധിച്ച ക്വാറിക്ക് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് ചെറിയ അരീക്കാമലയിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നൂറുകണക്കിന് പ്രദേശവാസികൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. ബാബു വാഴപ്പനാടിയിൽ സ്വാഗതവും നോബിൾ പൈക്കട മുഖ്യപ്രഭാഷണവും നടത്തി. രതീഷ് ബാബു, ഡൊമിനിക് നാഗത്തിൽ, ജോൺസൺ കാരമയിൽ, സെലിൻ ഷാജി താളിമറ്റത്തിൽ, സിജോ കരേടത്ത്, ആഗസ്തി കണ്ണംകുളത്ത്, ജോൺ ജോസ് തുണ്ടത്തിൽ, ജോസ് കുട്ടി, ഇന്ദിര കുന്നേൽ, ജസ്റ്റിൻ തുളുമ്പൻമാക്കൽ എന്നിവർ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടത്തിന്റെ ഒരു സന്ദർഭമാണ്. ഞങ്ങളുടെ ചെറിയ അരീക്കമലയിൽ ഒരു ക്വാറി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം എന്ന് പറയുന്നത് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശത്തിനും മിതമായ രീതിയിലുള്ള പരിസ്ഥിതി ദുർബല പ്രദേശത്തിനും ഇടയിലാണ്. അതായത് റെഡ് സോണിനും ഓറഞ്ച് സോണിനും ഇടയിലാണ്. ഈ പ്രദേശത്ത് തികച്ചും പരിമിതമായ 50 മീറ്റർ വീതിയിലുള്ള ഒരു ഭാഗം കാണിച്ചുകൊണ്ട് ഇവിടെ ക്വാറിയിങ് നടത്തുന്നത് അനുയോജ്യമാണ് എന്നാണ് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെ 2021 കളക്ടറേറ്റിൽ വെച്ച് ഹിയറിംഗ് നടത്തുകയും ഞങ്ങളുടെ വാദഗതികൾ അവിടെ ഉന്നയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാരിസ്ഥിതിക അനുമതി നിഷേധിക്കപ്പെട്ടു. ഈ നിഷേധിക്കപ്പെട്ടതിന് കാരണം GSI പോലുള്ള ആധികാരികമായൊരു സ്ഥാപനത്തിന്റെ പഠന റിപ്പോർട്ട് ആവശ്യമാണ്. അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവില്ല, മണ്ണിടിച്ചിൽ ഉണ്ടാവില്ല എന്ന് തെളിയിക്കാൻ ആധികാരിക സ്ഥാപനങ്ങളുടെ പഠന റിപ്പോർട്ട് ആവശ്യമാണ് എന്നവർ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ക്വാറിയിങ് മേഖലയിൽ മാത്രം ഉള്ള ഒരു ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പഠന റിപ്പോർട്ട് അത് സൂറത്ത് IIT-യിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറെ കൊണ്ട് നടത്തിച്ച് അതിൻ്റെ റിപ്പോർട്ട് വെച്ച് അവരതിനെ മറികടന്നു. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും പരിസ്ഥിതി സംബന്ധമായ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൃത്യമായി പറയുകയാണെങ്കിൽ ഏതാണ്ട് 70 ഡിഗ്രിയോളം ചെരിവ് വരുന്ന ഒരു മലമ്പ്രദേശമാണിത്. അതിന് താഴ്വശം പൂർണ്ണമായും റെഡ് സോണാണ്. മേലെ പ്രദേശവും വീണ്ടും റെഡ് സോണും ഓറഞ്ച് സോണും വരുന്നതാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ക്വാറിയിങ് നടത്തിയാൽ ഇത് മലയിടിച്ചിന് സാധ്യതയുണ്ട്. മലയിടിച്ചിൽ സാധ്യത ഏറ്റവും കൂടുതലുള്ള എരുവേശി പഞ്ചായത്തിലെ ഒരു സ്ഥലം ഇതാണ്. ഇത് സ്ഥാപിത താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നതെന്നാണ്. ബാക്കി മെമ്പർമാരെ, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കാര്യമായ ഇതിനെപ്പറ്റി പഠനം നടത്താത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത മെമ്പർമാരെ ഇരുളിൽ നിർത്തിക്കൊണ്ട് ഇതിന് അനുമതി കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടി പൂർണ്ണമായും പ്രതിഷേധാർഹമാണ്. പഞ്ചായത്ത് ഈ നടപടി പിൻവലിക്കുന്നില്ല എന്ന് വരികിൽ, അതായത് കേരള പഞ്ചായത്തി രാജ് ആക്ടിന്റെ 232, 233 വകുപ്പുകൾ പ്രകാരവും 2025-ലെ അമെൻമെന്റ് വന്നിട്ടുണ്ട്, അതിന് ഭേദഗതി. അതിന്റെ അടിസ്ഥാനത്തിൽ 11-ാം ചട്ടപ്രകാരവും ഇവിടെ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ പഞ്ചായത്തിന് അനുമതി ആവശ്യമാണ്. ഇതിനെ മറച്ചുവെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ സ്ഥലത്തിൽ മാത്രം അനുമതി കൊടുക്കേണ്ടതാണ്, ഞങ്ങൾക്ക് ഇതിനകത്തൊരു പങ്കുമില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിന് അനുമതി കൊടുക്കുന്ന നടപടിയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനെതിരെ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിനേക്കാൾ ശക്തമായി ഇപ്പോൾ ഞങ്ങൾ 300 പേര് ഇവിടെ ഈ പ്രകടനമായി, ഇന്ന് നല്ലൊരു ദിവസമായിക്കൊണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. ഇനിയും കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക്, പഞ്ചായത്ത് പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള കഠിനമായ സമര പരിപാടികളിലേക്ക് ഞങ്ങൾ നീങ്ങും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്.